ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പലഹാരമായിട്ടൊരു നാടൻ പലഹാരം, പണ്ടത്തെ ഒരു അവൽ കൊണ്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ബൊമ്മമാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിലേക്ക് വൈകുന്നേരം എത്തിയല്ലോ അല്ലേ? ഓഫീസെല്ലാം വിട്ട് ക്ഷീണിച്ചെല്ലാം വൈകുന്നേരം എത്തി. അപ്പോൾ പെട്ടെന്നാണ് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നത്. എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ടെൻഷനിൽ നിൽക്കല്ലേ. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ അവലുണ്ടോ, നമുക്കൊരു പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു പലഹാരം ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അവൽ ഫ്രൈക്ക് എന്തെല്ലാം വേണം നോക്കാം. ഒരു 2 ഈ കപ്പിനാണ് എടുത്തത്. 2 കപ്പ് അവൽ. അത് ഏത് കപ്പാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് 2 കപ്പ്. അതിനൊരു കപ്പ് നാളികേരം ചിരവിയത്, 1/2 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കര കിട്ടുമല്ലോ അത്, പിന്നെ ഒരു 1/2 സ്പൂണ് ഏലക്കായ്പ്പൊടി, ആവശ്യത്തിന് ഓയിൽ. ഇത്രയേ വേണ്ടൂ. എണ്ണ നന്നായി തിളച്ച് വരണം കേട്ടോ. അത് തിളച്ചു നോക്കാൻ ഒരു 2 അവലിട്ട് നോക്കാം. അപ്പോൾ അത് പൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് തിളച്ചു. അപ്പം നമുക്ക് അടുത്ത നോക്കാം. കുറേശ്ശെ ഇടണം. കുറേശ്ശെ ഇട്ടിട്ട് അത് മൂപ്പിച്ച് ഇങ്ങനെ കോരണം. തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം, അത് കരിഞ്ഞു പോകും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അവൽ കുറച്ച് അധികം, ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിന് ഒരു പാത്രമായിരുന്നു എടുത്തത്, അതിൻ്റെ ഒരു കുറച്ചും കൂടി, ഒരു ഹാഫും കൂടി കൂടുതലായിട്ട് അത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ആദ്യം നാളികേരം ചേർത്ത് കൊടുക്കാം, പിന്നെ ഈ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ശർക്കര ചേർത്തത്. എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം. പക്ഷേ എന്നാലും നമുക്ക് ഇത് ഹെൽത്തി ആണല്ലോ. ഇത് ഏലക്കാപ്പൊടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവൽ ഫ്രൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾ പോപ്കോൺ മതി എന്ന് പറയുന്ന കുട്ടികൾ അമ്മയെ അവൽ ഫ്രൈ മതി എന്ന് വരെ പറയും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഗസ്റ്റെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങളുടെ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കണം, കുറച്ച് മതിയെങ്കിൽ ഇതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റിയാണ്. എൻ്റെ അച്ഛമ്മ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ്.